പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീരുമാനങ്ങൾക്ക് എതിരായി ഇഷ മുന്നിലേക്ക് പോകുന്നത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. ഇപ്പോൾ രാഹുലിന് മാത്രവുമല്ല അഭിഷേകിനോട് ഇഷ ഇപ്പോഴും സ്നേഹം കാണിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന രാഹുൽ ആകെ അസ്വസ്ഥനായിരിക്കുകയാണ്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. അവളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക തന്നെ ഞാൻ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. രാഹുൽ ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണുകയും അഭിഷേകിനോട് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ള കാര്യം എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇഷ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്ലാൻ നിന്റെ മനസ്സിലുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഞാൻ ഒരിക്കലും പഴയതുപോലെ കാര്യങ്ങൾ നടക്കാൻ അനുവദിക്കുകയില്ല. അവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കേണ്ടവൾ. അതുകൊണ്ട് തന്നെ നീ അധികം ഇവിടെ കിടന്ന് വിലസാമെന്ന് കരുതേണ്ട എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഇതോടെ രാഹുൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ. ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങൾ വളരെ മുന്നേ തന്നെ നടന്നേനെ. പക്ഷേ ഞാനിവിടെ ജോലി ചെയ്യാനാണ് വരുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും നിങ്ങൾക്കിടയിലില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കെന്തിനാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം? ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് അഭിഷേക് പറയുന്നുവെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ രാഹുൽ. മാത്രവുമല്ല അഭിഷേകിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഈ കാര്യങ്ങൾ അറിയാനിടയാവുകയാണ് ഇഷ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചുപോകുന്ന ഇഷ രാഹുലിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനമെടുക്കുന്നു. രാഹുൽ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. എൻ്റെ മനസ്സിൽ ഇപ്പോൾ അഭിഷേകിന് യാതൊരു സ്ഥാനവുമില്ല. അഭിഷേക് നന്നായി ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവന് പ്രമോഷൻ കൊടുത്തത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇഷ. പക്ഷേ നിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് നീ അധികം കാര്യങ്ങൾ എന്നോട് പറയാൻ നിൽക്കേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുന്നിലേക്ക് രാഹുൽ വരുന്നത്. ഇതോടെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക എന്നറിയാതെ ഇഷയും പകച്ചു പോകുന്നു. ഇതേ സമയം രാഹുൽ റാംമോഹനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരിക്കലും താൻ തോൽവി അംഗീകരിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇതേ തുടർന്ന് ഉറച്ച് നിൽക്കുന്നത്. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുൻപിൽ ബാക്കിയാകുന്ന റാംമോഹൻ ഇഷ നൽകിയ പ്രമോഷൻ തടയുന്നതിനു വേണ്ടി മുന്നിലേക്ക് വരികയാണ്. അവന് പ്രമോഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഇഷയോട് തുറന്നു പറയുകയാണ് ഇപ്പോൾ റാംമോഹൻ. എന്നാൽ അച്ഛ, അവനത് ഡിസർവ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇഷ. എന്നാൽ റാംമോഹൻ എന്തൊക്കെ സംഭവിച്ചാലും അത് അംഗീകരിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിന്നതിനെ തുടർന്ന് ആകെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഇഷയുടെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.